ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി യൂട്യൂബിന്റെ യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അന്ന് നിങ്ങൾ യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഇതിന്റെ ബീറ്റ വേർഷൻ ആണ് ലഭിക്കുന്നത്. എന്നാൽ ബീറ്റ വേർഷൻ ഇന്നലെ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അത് ലഭിക്കുന്നില്ല. ഞാൻ അതിന്റെ ഒരു APK ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ തരുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നത് പോലെ തന്നെ യൂട്യൂബും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഫേസ്ബുക്കിനേക്കാളും വാട്സപ്പിനേക്കാളും ഡേറ്റ കൂടുതൽ ഉപയോഗിക്കുന്നത് യൂട്യൂബാണ്. യൂട്യൂബിൽ നമ്മൾ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ ഒരുപാട് മൊബൈൽ ഡേറ്റ നമുക്ക് നഷ്ടമാകും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ അതിനൊരു പരിഹാരമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ജിയോയുടെ ഓഫറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 1-2 മാസം കൂടെ യൂട്യൂബിൽ നിന്നും വീഡിയോകൾ കാണാൻ സാധിക്കും. എന്നാൽ ജിയോയുടെ ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് യൂട്യൂബ് വീഡിയോകൾ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ MBയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകളാണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വീഡിയോകൾ സേവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ പ്ലേ ചെയ്യാതെ അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും. അതിനൊപ്പം തന്നെ ഇതിൽ ലഭിക്കുന്ന വീഡിയോകൾ കംപ്രസ് ചെയ്ത ഫോമിലായിരിക്കും നിങ്ങൾക്ക് വീഡിയോകൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ MB മാത്രമേ ഇതിൽ വീഡിയോകൾ കാണാനായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനിവിടെ ഒന്നും ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിന്നും ഒരു മെയിൽ ID കൊടുക്കണം. ഞാനിവിടെ എൻ്റെ മൊബൈലിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന മെയിൽ IDയിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ആപ്ലിക്കേഷൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ സേവ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒന്നും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ വീഡിയോകളാണ് ഈ വന്നിരിക്കുന്നതെല്ലാം. ഞാനിവിടെ ഒന്നും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം ഞാൻ വീഡിയോ പ്ലേ ചെയ്തില്ല, എന്നാൽ വീഡിയോയുടെ പ്രിവ്യൂ മുകളിൽ വരുന്നത് കാണാം. ഇങ്ങനെ പ്രിവ്യൂ വരുന്നതിന് നമ്മളുടെ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യത്തില്ല. നമുക്ക് നോക്കാൻ ആവശ്യമുള്ള വീഡിയോ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 ക്വാളിറ്റി ലഭിക്കും. ബേസിക് ക്വാളിറ്റി, അതേപോലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. ബേസിക് ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ MB ആണ്. അത് ഏറ്റവും കുറഞ്ഞ് കംപ്രസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. അതേപോലെ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. വെറും 2 MB മാത്രം ഫയൽ സൈസ് ഉള്ള വീഡിയോ ആണ്. ഞാനിത് ഇവിടെ നിന്നും സേവ് ചെയ്യുകയാണ്. നോക്കുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ഗോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സേവ് ആയി. ഇനി ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ വന്ന് ഓപ്പൺ ആക്കി കാണാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണമെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കിത് സെൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇത് വൈഫൈ ഉപയോഗിച്ചാണ് വീഡിയോകൾ സെൻഡ് ചെയ്യുന്നത്. വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈയുടെ ത്രൂ വീഡിയോകൾ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ആരെങ്കിലും വീഡിയോകൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിനുശേഷം ഷെയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് യൂട്യൂബ് യൂസ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അറിവുകൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. 2 ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.